പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ എല്ലാവരും ചേർന്ന് കമലയെടുത്ത് അകത്ത് റൂമിൽ കൊണ്ട് കിടത്തുന്നു. എന്നിട്ട് മുഖത്ത് വെള്ളം തളിക്കുമ്പോൾ പെട്ടെന്ന് അമ്മ എഴുന്നേറ്റിട്ട് അല്ല അവരെവിടെ എന്ന് ചോദിക്കുമ്പോൾ മാഷ് പറയാണ് അവരെല്ലാം പോയിട്ട് കുറേ നേരമായി, നീ പേടിച്ചതുകൊണ്ടാ ഇങ്ങനെ സംഭവിച്ചത്, ഒന്നും പേടിക്കാനില്ല. അപ്പോൾ അവരിനിയും വരുമോ എന്ന് ചോദിക്കുമ്പോൾ മാഷ് പറയാണ് പിന്നെ വരാതെ, എന്തായാലും ഇനിയും അവർ വരും. നന്ദിനി പറയുകയാണ് വിക്രമിനെ കിട്ടുന്നവരെ അവർ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. അമ്മ നിങ്ങളെ അവരെന്തെങ്കിലും ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ശ്രീജ ഇല്ല അമ്മേ, ഒന്നും സംഭവിച്ചില്ലെന്ന് പറയുമ്പോൾ നന്ദിനി പറയാം അങ്ങനൊന്നും പറയാൻ പറ്റില്ല, വിനയേട്ടനെ അവരെ അടിച്ചു, പിന്നെ എന്നെ അച്ഛനെ ഞാൻ തെള്ളിയിട്ടു, പിന്നെ അച്ഛൻ കുറുകെ നിന്നതുകൊണ്ട് ശ്രീജ അടുത്തേക്ക് ഒന്നും സംഭവിച്ചില്ല. അമ്മ സങ്കടപ്പെടുമ്പോൾ മാഷു പറയുകയാണ് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ അങ്ങ് മാറും. അപ്പോൾ പെട്ടെന്ന് നന്ദിനി പറയുകയാണ് എന്നാലും ഒരു ഇലക്ഷൻ നിൽക്കുന്ന ആള് ഇങ്ങനെയൊക്കെ അതിക്രമം ചെയ്യുക എന്ന് വെച്ചാൽ ഒട്ടും പേടിയില്ലല്ലോ. അപ്പോൾ മാഷു പറയാണ് ഇങ്ങനെ കുറേ എണ്ണമുണ്ട്, ആ മകൻ മരിച്ചാലും അത് ഒരു മുതൽക്കൂട്ടായിട്ട് എടുത്ത് രാഷ്ട്രീയത്തിൽ എങ്ങനെയോ ജയിക്കണോ എന്ന് പറഞ്ഞ് നടക്കുക. എത്രയോ ഗുണ്ടകൾ MLA-യും MP-മാരും ഒക്കെ ആയിരിക്കുന്നു. ഇന്നിവിടെ വന്ന ഗുണ്ടകളെ പോലെ കുറെ അണികളുണ്ടെങ്കിലേ പിന്നെ ഒന്നും പേടിക്കാനില്ലല്ലോ, വെട്ടിനും കുത്തിനും ഒക്കെ അവർ നടന്നോളും. ആരെങ്കിലും കത്തിക്കുത്തിന് ഇരയായാലേ അവർ പിന്നെ രക്തസാക്ഷിയാവും, അത്രേ ഉള്ളൂ. ഇതൊക്കെ തന്നെയാ രാഷ്ട്രീയം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്മ സങ്കടപ്പെടുമ്പോൾ പെട്ടെന്ന് മാഷു പറയാണ് നീ വിഷമിക്കേണ്ട കമലേ, വിക്രം എന്തായാലും വാക്ക് പാലിച്ചിരിക്കും. ഇലക്ഷൻ കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ഇനി ആ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയില്ല. അപ്പോൾ അമ്മ പറയെ എന്നിട്ട് എന്താ കാര്യം, ഇപ്പോൾ അവനെ സമാധാനമായിട്ട് പുറത്തുനിന്നിറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. അപ്പോൾ മാഷു പറയുകയാണ് സത്യം എന്തായാലും തെളിയും, അവൻ എനിക്ക് ഉറപ്പ് തന്നതാ, അവനല്ല ഈ കുറ്റം ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് സത്യം തെളിഞ്ഞ് അവൻ എന്തായാലും പുറത്തു വരും. ഇത് കേട്ടിട്ട് അമ്മ പറയുകയാണ് എന്നാലും അതുവരെ അവൻ എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും അവൻ ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ മാഷു പറയുകയാണ് അവൻ എന്തായാലും വാസവൻ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, അതിനർത്ഥം അവൻ സേഫ് ആയിട്ടുള്ള ഒരിടത്ത് തന്നെയാണെന്നല്ലേ. അതുകൊണ്ട് അവനെ രക്ഷിക്കാൻ ദൈവം കൂടെ ഉണ്ടാവും, നീ സങ്കടപ്പെടേണ്ട കാര്യമില്ല, നമ്മുടെ മകൻ തെറ്റൊക്കെ തെളിയിച്ച് വീണ്ടും നമുക്കരികിലേക്ക് തന്നെ വരും. ഇതെല്ലാം കേട്ടിട്ട് ശ്രീജേടത്തി പറയുകയാണ് വിശ്വനാണെങ്കിൽ ആ ശ്രീനിവാസനെ കാണാൻ പോയിരിക്കുക, അപ്പോൾ ഇപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ. അപ്പോൾ മാഷു പറയുകയാണ് വേണ്ട, അതിന്റെ ആവശ്യമില്ല, പിന്നെ ഇത് രാഷ്ട്രീയ കളിയായി മാറും, എന്തായാലും വിക്രമിനെ രക്ഷിച്ചേ പറ്റൂ. അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രം റൂമിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പെട്ടെന്ന് ഇഷ്ടയ്ക്ക് ഒരു കോള് വരുന്നു. വേദ വിളിച്ചിട്ട് പറയുകയാണ് അല്ല നിങ്ങൾ എന്തെടുക്കുക, ഫുഡൊക്കെ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം രാവിലെ കഞ്ഞി കുടിച്ചു, ഇനി ഒരു ആപ്പിളുണ്ട് ഫ്രിഡ്ജ്, അത് കട്ട് ചെയ്ത് കൊടുക്കണം, പിന്നെ ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ മെഴുക്ക് വരട്ടണം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വേദ പറയാണ് നീ എന്താ കളിയാക്കുവാണോ. അപ്പോൾ ഇഷിത് പറയാം ഇതെല്ലാം തീരുമാനിച്ചിട്ട് അല്ലേ നീ അങ്ങോട്ട് പോയത്, പിന്നെന്താ ടെൻഷനാണോ, ഞാൻ നോക്കില്ലെന്ന്. വേദ പറയുകയാണ് നീ അവിടെ ഒരു കുറവും എത്തില്ലെന്ന് എനിക്കറിയാം, എന്നാലും മനസ്സിനൊരു ടെൻഷൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷിത് പറയാം അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ വേണ്ടത്, ഫോൺ വിക്രമിന് കൊടുക്കണോ. അപ്പോൾ വേദ പറയുകയാണ് അത് പിന്നെ നീ ഇപ്പോൾ വല്ല തിരക്കിലും ആണെങ്കിൽ, അപ്പോൾ ഇഷിത തിരക്കിലാണെങ്കിൽ കൊടുക്കണ്ടല്ലേ, ഞാനിപ്പോൾ കുറച്ച് തിരക്കില്ല. അപ്പോൾ വേദ പറയാം ഒന്ന് അടങ്ങടി. അങ്ങനെ പെട്ടെന്ന് ഇഷിത എങ്കിൽ ഞാൻ ദാ വിക്രമിന് ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് ഫോൺ കൊണ്ടുപോയി വിക്രമിന് കൊടുക്കുന്നു. രണ്ടുപേരും പരസ്പരം പരിസരമൊക്കെ മറന്ന് സല്ലപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വേദയും വിക്രവും വളരെ സന്തോഷത്തിലാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് വിക്രം ഇഷിതയോട് പറയുകയാണ് ഇവിടെ എന്താവും എന്നുള്ള ടെൻഷനില്ല 36. അപ്പോൾ ഇഷിത പറയുകയാണ് എന്തായാലും അവളും ഞാനും തമ്മിൽ കണക്റ്റ് അല്ലാത്തത് കൊണ്ട് ആരും എന്നെ അവളെ സംശയിക്കാൻ പോകുന്നില്ല, പിന്നെ ഈ സ്ഥലം മഹേഷിന്റെ പ്രൈവറ്റ് പ്ലേസ് ആണെന്ന് പറഞ്ഞില്ലേ, ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അപ്പോൾ വിക്രം പറയാണ് എൻ്റെ മനസ്സിലൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അതെന്തായാലും മാറിക്കിട്ടേ എന്ന് പറയുമ്പോൾ ഇഷിത വയ്ക്കുക അതെന്തായിരുന്നു. അങ്ങനെ വിക്രം പറയുകയാണ് അല്ല ആണുങ്ങൾ അവരുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമേ റിസ്ക് എടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ലെന്ന് പറയുമ്പോൾ ഇഷിത പറയാം ആ തെറ്റിദ്ധാരണയാണ് നിങ്ങൾ മാറ്റേണ്ടത്, സ്ത്രീകളെ പറ്റി നിങ്ങൾക്ക് വേണ്ടാത്ത തെറ്റിദ്ധാരണ, അതാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇഷിത പറയുകയാണ് നിങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹമാണ്, നിങ്ങൾ നല്ല കെയറിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ രണ്ടുപേരും അത് പരസ്പരം തുറന്നു പറയാത്തത് കൊണ്ടാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നം. അപ്പോൾ വിക്രം പറയാം ആര് പറഞ്ഞു തുറന്നു പറഞ്ഞിട്ടില്ലെന്ന്, വാക്കുകൾ കൊണ്ട് പറയുന്നതല്ല കണ്ണുകൾ കൊണ്ടും നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. അങ്ങനെ ഞാനും അവളും പരസ്പരം ഞങ്ങളുടെ പ്രണയം പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ വിക്രം സന്തോഷത്തോടെ ഇഷിതയോട് പറയുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് നന്ദിനി വിനായകന് ചായ കൊണ്ട് കൊടുക്കുമ്പോൾ വിനായകൻ പറയാം വല്ല അരിഷ്ടവും കൊണ്ടുപാടി, ഈ സമയത്ത് ചായയാണോ വേണ്ടത്. അപ്പോൾ നന്ദിനി പറയാ നിങ്ങളിത് കുടിക്ക്, അല്ല നിങ്ങളോട് അവരുടെ അടുത്ത് ചാടിക്കയറാൻ ആരാ പറഞ്ഞത്. അപ്പോൾ വിനായകൻ പറയാം അത് പിന്നെ അച്ഛനെ അടിക്കാൻ നോക്കിയപ്പോൾ. അപ്പോൾ നന്ദിനി പറയുകയാണ് അച്ഛന് നിങ്ങളെക്കാട്ടി നല്ല ആരോഗ്യമുണ്ട്, നല്ലൊരു അടി കിട്ടിയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നിങ്ങളെങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നത്, അല്ല നിങ്ങൾ എന്തിനാ അങ്ങോട്ട് കയറി ചെന്നത്. അപ്പോൾ വിനായകൻ പറയാം എല്ലാവരുടെയും കാരണയും കൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്, പിന്നെ നമ്മൾ ഈ പ്രശ്നത്തിൽ അങ്ങോട്ട് ഇടപെട്ടില്ലെങ്കിലേ അച്ഛനെന്തെങ്കിലും തോന്നിയാലോ. അപ്പോൾ നന്ദിനി പറയാം ഓഹോ അച്ഛനെ ഇമ്പ്രസ് ചെയ്യിക്കാനാ, അല്ലാതെ സ്നേഹം കൊണ്ടല്ല നിങ്ങൾ എടുത്ത് ചാടിയതല്ലേ, എങ്കിലേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി വിക്രമിനെ കിട്ടുന്നത് വരെ അവരെപ്പോഴും വന്നുകൊണ്ടേയിരിക്കും, അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോണം, ഇല്ലെങ്കിൽ നിങ്ങളെ നോക്കേണ്ട അവസ്ഥ എനിക്കാ വരുന്നത്.
അതുകൊണ്ട് മര്യാദക്കിരുന്നോ എന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പോകുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് രാജേട്ടനും ജോസഫും അനിക്കുട്ടനും വിഷുവും ചേർന്ന് ശ്രീകാര്യം ശ്രീനിവാസനെ കാണാനായിട്ട് ചെല്ലുന്നു. ശ്രീനിവാസൻ എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ വിശ്വം പറയുകയാണ്, ഒരറിവുമില്ല, വിക്രം എവിടാണെന്ന് അറിയില്ല. ആ വാസവന്റെ ഗുണ്ടകളാണെങ്കിൽ എന്നും വീട്ടിൽ അതിക്രമം തന്നെയാണ്. എന്തായാലും വിക്രത്തെ അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ രാജേട്ടൻ പറയുകയാണ്, പുള്ളിക്കിനെ കിട്ടിയാലേ സംഭവം എന്താണെന്ന് അറിയാൻ പറ്റൂ, വിക്രമിനെ കണ്ടെത്താനും പറ്റൂ. അപ്പോൾ സുധ പറയുകയാണ്, ഇപ്പോൾ തൽക്കാലം ഈ പ്രചാരണത്തിനിടയിൽ നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ശ്രീകാര്യം ശ്രീനിവാസൻ പറയുകയാണ്, അതല്ല, നമ്മൾ ഇതിൽ ഇടപെട്ടേ പറ്റൂ. കാരണം വിക്രം നമ്മുടെ പാർട്ടിക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് നടക്കുന്നത്. വാസവനാണ് ഇപ്പോൾ പിന്തുണ കൂടുതലായിട്ട് നിൽക്കുന്നത്. കാരണം വാസവന്റെ മകൻ മരിച്ചു, എല്ലാ അതിക്രമവും ഉണ്ടാക്കിയത് നമ്മളാണെന്നല്ലേ. അതുകൊണ്ട് നമ്മൾ ഇത് തെളിയിച്ചേ പറ്റൂ. അതിന് പുള്ളിക്കിനെ തന്നെ കിട്ടണം. അപ്പോൾ പെട്ടെന്ന് അനിക്കുട്ടൻ പറയുകയാണ്, എനിക്ക് തോന്നുന്നത് പുള്ളിക്കിനെന്ന് വിക്രമിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വിക്രമിന്റെ പുറകെ ചെന്ന് വിക്രം എവിടെയാണെന്ന് കണ്ടുപിടിച്ചു കാണും. എന്നിട്ട് വിക്രമിനെ ഒറ്റക്കൊടുത്തതായിരിക്കും, വാസവൻ തട്ടിക്കൊണ്ടുപോയതായിരിക്കും എന്ന് ശ്രീനിവാസൻ പറയുമ്പോൾ പെട്ടെന്ന് ശ്രീനിവാസൻ ചോദിക്കുക, അല്ല ജോസഫെ, നീയല്ലേ അവനെ അവസാനമായിട്ട് കണ്ടത്, എന്തായിരുന്നു അപ്പോൾ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ജോസഫ് വേറെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് പെട്ടെന്ന് ശ്രീനിവാസനോട് പറയുകയാണ്, അത് പിന്നെ സാറേ, ഞാൻ അവൻ്റെ പുറകെ ചെന്നതാ, പക്ഷേ വണ്ടി ഓടയുടെ സൈഡിൽ കിടക്കുന്നതാണ് ഞാൻ കണ്ടത്, വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സുധ പറയുകയാണ്, അതിനർത്ഥം ചിലപ്പോൾ ആ വാസവൻ വണ്ടി കൊണ്ട് വിക്രമിൻ്റെ വണ്ടിയിൽ ഇടിച്ചു കാണും, എന്നിട്ട് വിക്രമിനെ തട്ടിക്കൊണ്ടു പോയതായിരിക്കും. അപ്പോൾ ശ്രീനിവാസൻ പറയുകയാണ്, എന്തായാലും ഒരു ചെറുത്തുനിൽപ്പ് ഉണ്ടാവുമല്ലോ, വിക്രം അങ്ങനെ പെട്ടെന്നൊന്നും പിടികൊടുക്കില്ല. അവനെ തട്ടിക്കൊണ്ടു പോയതാണെങ്കിൽ തന്നെ ഇലക്ഷൻ കഴിയാതെ എന്തായാലും അവനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിനു മുമ്പ് നമുക്ക് പുള്ളിക്കിനെ കിട്ടണം. ഇലക്ഷന് നമ്മൾ ജയിക്കണോ, പുള്ളിക്കിനെ കണ്ടുപിടിച്ച് എല്ലാവരുടെയും മുന്നിൽ പുള്ളിക്കിനെ കൊണ്ട് സത്യം പറയിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഈ ഇലക്ഷൻ നമുക്ക് കിട്ടൂ. എന്തായാലും പുള്ളിക്കിനെ കണ്ടുപിടിക്കാൻ നോക്ക്, നിങ്ങൾ പ്രചാരണത്തിൽ ഇറങ്ങണ്ട. പിന്നെ വാസവൻ ചിലപ്പോൾ വിക്രമിനെ കിട്ടാതിരിക്കുന്നതുകൊണ്ട് നിങ്ങളെയും തെരഞ്ഞു കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിക്കണം. വിക്രമിനെ എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാമെന്ന് ധൈര്യമായിട്ട് ഇരിക്കുക എന്ന് വിശ്വത്തിനോട് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ സുധ ചോദിക്കുക, നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണോ, ആ വാസവനായിരിക്കോ കൂടുതൽ പിന്തുണ? അപ്പോൾ ശ്രീനിവാസൻ പറയുകയാണ്, പിന്നല്ലാതെ പുള്ളിക്കിനെ കണ്ടുപിടിച്ച് സത്യങ്ങൾ അറിയിച്ചാലേ നമുക്കൊരു രക്ഷയുള്ളൂ. അടുത്തതായിട്ട് കാണിക്കുന്നത് വേദയെ കാണാനായിട്ട് ദീപ്തി മുറിയിലേക്ക് വരുന്നു. അപ്പോൾ വേദയാണെങ്കിൽ, ഞാൻ നിന്നോട് സംസാരിക്കാനിരിക്കുമായിരുന്നു, വിക്രം ഒരിക്കലും മോളെ ഈ തെറ്റൊന്നും ചെയ്യില്ല എന്ന് വേദ ദീപ്തിയോട് പറയുമ്പോൾ ദീപ്തി പറയാണ്, ചേച്ചി വേറെന്തെങ്കിലും സംസാരിക്കാം, എനിക്ക് ഈ ടോപ്പിക്കിലോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ വേദ പറയുകയാണ്, ഞാൻ നിന്നോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ കേട്ടേ പറ്റൂ, ഞാൻ സത്യങ്ങളാണ് പറയാൻ പോകുന്നത്, നീ അത് മനസ്സിലാക്കണം. അപ്പോൾ ദീപ്തി പറയുകയാണ്, അവരവർക്ക് ഇഷ്ടമുള്ളവരെ പറ്റി ന്യായീകരിക്കാൻ എല്ലാവർക്കും 100 നാക്ക. വേദ പറയുകയാണ്, ഞാൻ പറയുന്ന കേട്ടിട്ട് ഞാൻ ന്യായീകരിക്കുകയാണോ അല്ലയോ എന്ന് നീ സംസാരിച്ചാൽ മതി. വരുൺ ഇവിടെ നിന്ന് പോകാനിരുന്നതാണോ ഇലക്ഷന് ശേഷം? അത് അപ്പോൾ ദീപ്തി ചോദിക്കുക, അത് പിന്നെ ചേച്ചിക്ക് എങ്ങനെ അറിയാം? അപ്പോൾ വേദ പറയുകയാണ്, എനിക്കല്ല, വിക്രമിനോടാണ് വരുൺ ഇതൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ അവർ തമ്മിൽ ശത്രുക്കളല്ലെന്ന്? അപ്പോൾ പെട്ടെന്ന് ദീപ്തി പറയുകയാണ്, അതിന് വരുണ് ചേട്ടൻ്റെ ശത്രുവൊന്നുമല്ല, ചേട്ടനായിരുന്നു വരുണിനെ ശത്രുവായിട്ട് കണ്ടത്. പെട്ടെന്ന് വേദ പറയുകയാണ്, എങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് കേൾക്ക്. മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ വിക്രമിന് വരുൺ ഒരു മെസ്സേജ് അയച്ചിരുന്നു, ചേട്ടാ എനിക്ക് നേരിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് ജീവിതത്തിൽ നടന്ന എല്ലാ സങ്കടകരമായ കാര്യങ്ങളും വരുൺ വിക്രമിനോട് പറഞ്ഞു. അതിനർത്ഥം എന്താ? വിക്രമിനെ സ്വന്തം ജ്യേഷ്ഠനായിട്ടാണ് വരുൺ കണ്ടിരുന്നത്. വിക്രമും അങ്ങനെ തന്നെയാണ്. അന്ന് പണ്ടത്തെ കാര്യങ്ങൾ ഉൾപ്പെടെ വിക്രമിനോട് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് വിക്രം എന്താ വരുണിനെ ഉപദ്രവിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? നീ എല്ലാം നല്ല പോലെ ഒന്ന് ആലോചിച്ച് നോക്ക്, അപ്പോൾ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഒരിക്കലും വിക്രം ഈ തെറ്റ് ചെയ്യില്ല. എല്ലാം കേട്ടിട്ട് ദീപ്തി പൊട്ടിക്കരയുന്നു. ഇവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.